സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഇഫ്താർ വിരുന്നൊരുക്കി ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് തളിക്കുളം. എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വർഷങ്ങളായി അബ്ദുൽ അസീസ് നടത്തിവരുന്ന സ്നേഹ സൗഹാർദ്ദ ഇഫ്താർ സംഗമത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. മലയാളം ഒമാൻ ചാപ്റ്റർ ചെയർമാൻ മുഹമ്മദ് അൻവർ ഫുല്ല, ഉമ്മർ അഹ്സനി പട്ടാമ്പി, മുഹമ്മദ് സഗീർ, അശോകൻ തെക്കിനിയടത്ത്, അർജുനൻ തേറമ്പിൽ, ബൈജു കരുവത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് SI സാബു, സാദിഖ് അലി, CPO അലി, ഇരിഞ്ഞാലക്കുട SP ഓഫീസ് റൈറ്റർ സുധീർ, വാർഡ് മെമ്പർ വിനയപ്രസാദ് എന്നിവർ സംസാരിച്ചു. നോമ്പ് എന്നത് ഒരു സംസ്കരണ പ്രക്രിയയാണ്, ഒരു ഫിൽട്ടർ നടക്കുന്ന ഒരു സംഭവമാണ്. എല്ലാ അർത്ഥത്തിലും നമ്മൾ കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു സംഗതിയാണ്. അത് 11 മാസത്തെ കഴിഞ്ഞ പാവങ്ങൾ പൊറുക്കപ്പെടുകയും ഇനി വരാനുള്ള 11 മാസത്തേക്കുള്ള ഒരു ട്രെയിനിങ് പീരീഡ് നാം ഇതിൽ നിന്ന് ഊർജ്ജം ശേഖരിക്കുക. നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ ഒരു ചാർജിങ് ആണ് ഈ 11 മാസം. അത്തരത്തിൽ റമദാൻ ഉപയോഗപ്പെടുത്തുന്നവർക്ക് മാത്രമേ ഇതുകൊണ്ട് പ്രയോജനപ്പെടുകയുള്ളൂ. നമ്മുടെ സംസാരവും നമ്മുടെ ചിന്താശേഷിയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും സൂക്ഷ്മത പുലർത്തുക എന്ന അല്ലാലക്കും തത്തക്കൂൻ എന്നാണ് നോമ്പിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്. വിശ്വാസികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് അവർ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടിയാണ്. അതല്ലാതെ വിശന്നൊട്ടിയ അല്ലെങ്കിൽ ദാഹിച്ചു കലഞ്ഞ ഒരു അവസ്ഥയിൽ എവിടെയെങ്കിലും തൂങ്ങി കിടന്നുറങ്ങുന്ന ഒരവസ്ഥയ്ക്കല്ല.